നമസ്കാരം. മുസ്ലിം ലീഗ് ഒരു സമുദായ പാർട്ടിയാണെങ്കിലും അതൊരു വർഗീയ പാർട്ടിയല്ല. കേരളത്തിലെ മുസ്ലിം സമുദായം റാഡിക്കൽ ഇസ്ലാമിലേക്ക് തിരിയാതെ മതേതര കേരളത്തെ നിലനിർത്തുന്നത് മുസ്ലിം ലീഗാണ് എന്ന് വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ ഏറെ വിമർശനം ഏൽക്കേണ്ടി വരുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. എന്നാൽ എൻ്റെ വിശ്വാസത്തിന് ഇതുവരെ ഒരു കോട്ടവും തട്ടിയിട്ടില്ല. കെ എം ഷാജിയെ പോലുള്ളവരുടെ പ്രസംഗം കേൾക്കാത്തതുകൊണ്ടല്ല, പക്ഷേ ലീഗ് അങ്ങനെയാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മുസ്ലിം ലീഗ് എന്ന പാർട്ടി കേരളീയ സമൂഹത്തോട് മാത്രമല്ല UDF എന്ന മുന്നണിയോടും എപ്പോഴും ഉദാരത കാണിക്കുന്ന പ്രസ്ഥാനമാണ്. ആ ലീഗിൽ നിന്നും ഒരൽപ്പൻ MLA ആകുമ്പോൾ ആർക്കാണ് വിഷമം വരാത്തത്? മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ നിന്നും ഏതാണ്ട് 56,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ നേതാവായ TP അഷ്റഫ് അലിയാണ് ലീഗിന് മാത്രമല്ല UDFനും നാണക്കേടുണ്ടാക്കുന്ന തരത്തിൽ ഒരു പ്രകടനം നടത്തിയിരിക്കുന്നത്. അൽപ്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിൽ കുടപിടിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് അപ്രതീക്ഷിതമായി MLA സ്ഥാനം കിട്ടിയ TP അഷ്റഫ് അലിയുടെ കാലം. അൽപ്പന് അർത്ഥം കിട്ടിയാൽ കൊണ്ടോട്ടി MLA ആകും എന്ന് ഈ പഴഞ്ചൊല്ല് തിരുത്തേണ്ടി വരും. MLA കൊണ്ടോട്ടിയിലെ RTO ഓഫീസ് സന്ദർശിക്കുകയാണ്. RTO ഓഫീസിൽ MLAക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. വല്ല പരാതിയും ആരെങ്കിലും ഉയർത്തിയാൽ ആ പരാതി തീർക്കുക എന്നതിനപ്പുറത്തേക്ക് RTO ഉദ്യോഗസ്ഥന്മാരുടെ ജോലിയിൽ ഇടപെടേണ്ടതോ നിർദ്ദേശിക്കേണ്ടതായി ഒന്നും തന്നെ MLAക്കില്ല. പക്ഷെ എന്നിട്ടും MLA RTO ഓഫീസ് സന്ദർശിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പോകുന്നു. അവിടെ ചെന്നു എന്നതല്ല, അവിടെ പോയി RTOയുടെ കസേരയിൽ കയറി ഞെളിഞ്ഞിരുന്ന് ചുറ്റിനും ഉദ്യോഗസ്ഥരെ നിർത്തി അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്ത് ഇതിൻ്റെയൊക്കെ ചിത്രമെടുത്ത് റീൽസ് ചെയ്ത് അല്പത്തം തെളിയിച്ചിരിക്കുകയാണ് TP അഷ്റഫ് അലി. അഷ്റഫ് അലി തന്നെയാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി തമിഴ് പാട്ടിൻ്റെ അകമ്പടിയോടെ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിപ്പിച്ചത്. ആദ്യം ആ വീഡിയോ കാണുക. നല്ല ചുള്ളൻ ചെറുപ്പക്കാരെ പോലെ പാൻസൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് നേരെ പോവുകയാണ് അഷ്റഫ് അലി എന്ന MLA കാത്തു നിൽക്കുകയാണ് യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥർ. അവർ ഒരുമിച്ച് അദ്ദേഹത്തിന് സല്യൂട്ട് കൊടുക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തെ ആനയിച്ച് ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥൻ്റെ കസാരയിൽ കയറ്റിയിരുത്തി അവരെല്ലാം ചുറ്റിനുമിരുന്ന് അഷ്റഫ് അലി പറയുന്ന നിർദ്ദേശങ്ങൾ കേട്ട് RTO ഓഫീസിനെ പരിഷ്കരിക്കാൻ തീരുമാനിക്കുന്നു. ഇതിനേക്കാൾ അല്പത്തമുള്ള കാഴ്ച നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കണ്ടു കാണില്ല. ഒന്നാമത് RTOയ്ക്ക് നിർദ്ദേശം കൊടുക്കാനുള്ള ഒരധികാരവും MLAക്കില്ല. രണ്ടാമത് MLAയെ കാണുമ്പോൾ സല്യൂട്ട് അടിച്ച് സ്വീകരിക്കേണ്ട ഒരു പ്രോട്ടോക്കോളും സർവീസിലില്ല. MLA RTO ഓഫീസ് സന്ദർശിക്കാനെത്തിയാൽ ജനപ്രതിനിധി എന്ന നിലയിൽ സ്വീകരിച്ച് സന്ദർശകരിരിക്കുന്നിടത്തിരുത്തി MLAയോട് സംസാരിക്കാം. ഇനി ആ ഓഫീസർ എളിമ കൂടുതലുള്ള ആളാണെങ്കിൽ അയാൾ വലിയ കസേരയിലിരിക്കുകയും MLA സാധാരണക്കാരുടെ കസേരയിലിരിക്കുകയും ചെയ്യുന്ന അപമാനം ഒഴിവാക്കാൻ എണീറ്റ് പോയി അയാളോടൊപ്പം തന്നെ ഇരിക്കാം. ഇനി അതല്ല, വിശദമായ മീറ്റിംഗ് ആണെങ്കിൽ മറ്റൊരു സ്ഥലം ഒരുക്കി MLAക്ക് മുഖ്യസ്ഥാനം കൊടുക്കാം. ഇവിടെ MLA വന്ന് RTOയുടെ കസേരയിലിരുന്ന് RTO ഓഫീസിലെ ജീവനക്കാർക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ അത് നിയമവിരുദ്ധം മാത്രമല്ല അല്പത്വവുമായി മാറുന്നു. ഈ അല്പത്വത്തിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അവ സോഷ്യൽ മീഡിയയിൽ ഇട്ട് തമിഴ് പാട്ടിൻ്റെ അകമ്പടിയോടെ പ്രചരിപ്പിക്കുമ്പോൾ MLA വെറും അല്പനായി മാറുന്നു. ഇത്തരമൊരു അല്പനെ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിലെ ആൻഡോ മുതലാളിയെ മാത്രമാണ്. മുതലാളി ഇടയ്ക്കിടെ അനധികൃതമായി സമ്പാദിച്ച സ്വത്തിൻ്റെ മേന്മയിൽ താനൊരു മഹാസംഭവമാണെന്ന് വരുത്തി തീർക്കാൻ ഇത്തരം റീലുകളും പ്രകടനങ്ങളും നടത്താറുണ്ട്. ആയിരക്കണക്കിന് കമൻറ്റുകളാണ് MLAയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റ അക്കൗണ്ടിന് കീഴിൽ വരുന്നത്. അമലുദ്ദീൻ ചോദിക്കുന്നു, അല്ല അല്പോ ഉളുപ്പുണ്ടോ നിനക്ക് ആ സീറ്റിൽ കയറിയിരിക്കാൻ? എന്നിട്ട് അത് റീൽസ് ആക്കിയിട്ടിരിക്കുന്നു. അതിനേക്കാൾ രസം ആ പോലീസുകാർ എന്തിനാണ് തന്നെപ്പോലൊരു അല്പന് സല്യൂട്ട് തന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഏത് പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് ആ സല്യൂട്ട് ഉദ്യോഗസ്ഥൻ ചെയ്തത്? അയാളൊരു മൂരിയാണ് എന്ന് തോന്നുന്നു, അല്ലാതെ വേറൊരു വഴിയും കാണുന്നില്ല. പണ്ടൊരു ചൊല്ലുണ്ട്, ഉസ്താദിൽ നിന്നും മൂത്രം ഒഴിച്ചാൽ കുട്ടികൾ നടന്ന് മൂത്രം ഒഴിക്കുമെന്ന്. അതുപോലെയുള്ള അവസ്ഥ, അല്ലാതെ എന്തു പറയാൻ? തനി മൂര് തന്നെ, ലോക പൊട്ടൻ, വല്ലാത്ത അല്പൻ തന്നെ നീ. അത് തിരിച്ചറിയണമെങ്കിൽ മിനിമം ബുദ്ധി വേണം, അതില്ല. അതിനേക്കാൾ വലിയ രസം മൂരികൾ അത് ഷെയർ ചെയ്ത് നടക്കുന്നു എന്നതാണ്. മൂരി MLA എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോവും, വല്ലാത്ത തൊലിക്കെട്ട് തന്നെ. അഡ്വക്കേറ്റ് മുഹമ്മദ് മുസ്തഫ ഉസ്മാൻ ഇങ്ങനെ എഴുതുന്നു, ഇതുപോലെ കൊണ്ടോട്ടി DYSP ഓഫീസിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ കസേരയിലും ഇരിക്കണം. ഒരു ഓഫീസിൽ ഉദ്യോഗസ്ഥൻ്റെ കസേര അദ്ദേഹത്തിന് മേലുദ്യോഗസ്ഥൻ വന്നാൽ അല്ലാതെ മറ്റാർക്കും അവിടെ ഇരിക്കാൻ അർഹതയില്ല. ഏതെങ്കിലും മന്ത്രിയാണെങ്കിലും ഓക്കെ, കാരണം മന്ത്രി കേവലം ജനപ്രതിനിധി മാത്രമല്ല മേലുദ്യോഗസ്ഥനാണ്. MLA ജനപ്രതിനിധി മാത്രമാണ്.
പ്രോട്ടോകോൾ പ്രകാരം വളരെ മുകളിലാണ് എന്നതുകൊണ്ട് ആ കസേരയിലിരിക്കാൻ അർഹത കിട്ടുന്നില്ല. പ്രോട്ടോകോൾ പൊതുചടങ്ങിലാണ്, ഓഫീസിനകത്തല്ല. പക്വതക്കുറവാണ്, ശ്രദ്ധിക്കണം. ഐരാപുരം സഖാക്കൾ എങ്ങനെ എഴുതി? കൊണ്ടോട്ടി MLA അത് ഓഫീസിലുള്ള സീറ്റാണ്, ദളപതി സിനിമയിലെ സെറ്റല്ല. കൊണ്ടോട്ടി MLA TP അഷ്റഫ് അലി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഓഫീസിലെത്തി പ്രധാന ഉദ്യോഗസ്ഥൻ്റെ ഔദ്യോഗിക കസേര കൈയടക്കിയിരിക്കുന്ന വീഡിയോ കാണാനിടയായി. അത്രയും ചെയ്തത് പോരാഞ്ഞിട്ട് MLA തന്നെ സ്വന്തം ഫേസ്ബുക്കിൽ പേജ് ദളപതി സിനിമയിലെ മാസ് ഡയലോഗും പശ്ചാത്തല സംഗീതവും ചേർത്ത് ഇതിന് റീൽസ് ഉണ്ടാക്കി പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അല്പന അധികാരം കിട്ടിയാൽ അർദ്ധരാത്രിയിലും ചെങ്കോലേന്തും എന്ന പോലെയാണ് കാര്യങ്ങൾ. ഈ കാണിച്ചു കൂട്ടിയ പ്രോട്ടോകോൾ ലംഘനമാണെന്ന് മനസ്സിലാക്കാനോ ആ വീഡിയോ ഫേസ്ബുക്കിൽ നീക്കം ചെയ്യാനോ ഉള്ള വിവേകം പോലും ഇതുവരെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധി കാണിച്ചിട്ടില്ല എന്നതാണ് അത്ഭുതം. പക്ഷേ MLA ചില കാര്യങ്ങൾ ഓർപ്പിക്കാം. ഒരു സർക്കാർ ഓഫീസിൻ്റെ കസേര എന്നത് വെറുമൊരു ഫർണിച്ചറല്ല. അത് പ്രത്യേക പദവിയിലിരിക്കുന്ന വ്യക്തിക്ക് നിയമം മൂലം നൽകിയിട്ടുള്ള അധികാരങ്ങൾ വിനിയോഗിക്കാനുള്ള നിയമപരമായ ഇടമാണ്. അധികാര പരിധികൾ: മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്നത് മോട്ടോർ വാഹന നിയമപ്രകാരം നിർദ്ദിഷ്ട നിയമപരമായ ചുമതലകളും അധികാരങ്ങളും നിക്ഷിപ്തമായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് പദവിയാണ്. നിയമനിർമ്മാണ സഭയിലെ അംഗമായ ഒരു ജനപ്രതിനിധിക്ക് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഔദ്യോഗിക കസേര കൈയടക്കാനോ അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് ഇടപെടാനോ നിയമപരമായി യാതൊരു അധികാരവുമില്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 194 പ്രകാരം നിയമസഭാംഗങ്ങൾക്ക് സഭയ്ക്കുള്ളിലും സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും പ്രത്യേക അവകാശങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഒരു സർക്കാർ ഓഫീസറുടെ നിയമപരമായ പദവിയെയും അന്തസ്സിനെയും ഹനിക്കാൻ അത് അനുവാദം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്യുന്ന അധികാര വികേന്ദ്രീകരണ തത്വങ്ങളുടെയും ഔദ്യോഗിക പ്രോട്ടോകോളിൻ്റെയും നഗ്നമായ ലംഘനമാണ് MLA നടപടി. ഭരണഘടനാ പദവിയുള്ള ഗവർണറോ സാക്ഷാൽ ഇന്ത്യൻ രാഷ്ട്രപതിയോ ഒരു ഓഫീസ് സന്ദർശിച്ചാൽ പോലും എക്സിക്യൂട്ടീവ് പദവി വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ കസേരയിൽ കയറിയിരിക്കാൻ അവർക്ക് അനുവാദമില്ല. രാജ്യത്തെ എത്ര വലിയ ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഒരു സർക്കാർ ഓഫീസറുടെ ഔദ്യോഗിക കസേരയും അധികാരപരിധിയും ബഹുമാനിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾ ചോദിക്കാനും ഇടപെടാനുമുള്ള പൂർണ്ണ അവകാശം MLA-മാർക്കുണ്ട്. എന്നാൽ അതിൻ്റെ പേരിൽ സർക്കാർ ഓഫീസിൽ കയറി മമ്മൂട്ടി കളി കാണിക്കാൻ നിൽക്കരുത്. അത് വെറും അല്പത്വവും നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയുമാണ്.